കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 29 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. നമുക്ക് മരണമുണ്ട്, മരണാനന്തരം ഒരു വിധിയുണ്ട്, ആ വിധിക്ക് ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ജീവിച്ചവർക്ക് ആ വിധിക്ക് ശേഷം അവർക്ക് കിട്ടുന്നതാണ് സ്വർഗം. രണ്ടാമത്തെ മരണത്തെക്കുറിച്ചൊക്കെ പറയപ്പെട്ടത് നമ്മളിന്ന് വായിച്ചു കേട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നത് ആരാണ്? അതല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് വിധിക്കപ്പെടുന്നത് ആരാണ്? നമ്മൾ വായിച്ചു കേട്ട കാര്യമാണ്. ഒരു കാര്യം, ഈ ദൈവത്തോടു കൂടെ നിത്യമായിട്ട് വാഴുന്നത് വലിയൊരു കാര്യമാണ്. വായനകൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ അതിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വാഴുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടി വില കൊടുത്ത് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. ഉൽപ്പത്തി 29 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, 20-ാമത്തെ വചനം, യാക്കോബിന് റാഹേലിൽ ഒരു പ്രണയമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവളെ കിട്ടാൻ വേണ്ടി യാക്കോബ് 7 വർഷം ലാബാൻ്റെ കീഴിൽ അടിമയെപ്പോലെ പണിയെടുത്തു. പിന്നീടും ഒരു 7 വർഷം കൂടെ അവൻ എടുക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ആദ്യം കിട്ടിയത് ലേയായെ ആയിരുന്നു, അവളെയല്ല. അവൻ പ്രണയിച്ചത് റാഹേലിനെയാണ്, റേച്ചൽ. അവൾക്ക് വേണ്ടി വീണ്ടും ഒരു 7 വർഷം കൂടി അധ്വാനിക്കുന്നത് കാണാൻ പറ്റും. അതേതാനും ദിവസങ്ങൾ പോലെ കടന്നുപോയെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പെണ്ണിനോടുള്ള പ്രണയം കാരണം അവൻ ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ദൈവത്തോടൊരു പ്രണയം നമുക്കുണ്ടായാൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ വരുന്ന കുറച്ച് ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, സഹനങ്ങൾ അത് നമ്മളെടുക്കാതിരിക്കുമോ? പ്രണയം അതില്ലാത്തവരാണ് എങ്ങനെയെങ്കിലും സഹനം ഒഴിവാക്കി ജീവിക്കുക, എങ്ങനെയെങ്കിലും സുഖജീവിതം നയിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള അവരുടെ ശ്രദ്ധ പതിയുന്നത് ഈ പ്രണയം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെ അറിയാതെ എങ്ങനെ ദൈവത്തെ പ്രണയിക്കാൻ പറ്റും? ദൈവത്തെ പ്രണയിക്കാതെ നമുക്കെങ്ങനെ ആ ദൈവത്തെ പ്രതിയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും? ശരിക്കും ദൈവത്തെ അറിഞ്ഞാൽ, സ്വർഗം എന്താണെന്ന് അറിഞ്ഞാൽ, ഈ ഭൂമിയിൽ എന്തെല്ലാം ദുരിതം വന്നാലും അതിനെയൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. പ്രത്യാശയൊന്നും ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടുപോകത്തില്ല. ഇനി അതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഈ പാപം തരുന്ന സുഖം എത്ര നൈമിഷികമാണ്. അത് വേണ്ടാന്ന് വെച്ച് സഹനങ്ങളും താൽക്കാലികമാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നവർക്ക് അനുപമമായ മഹത്വം, അതാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത്. അനുപമമായ മഹത്വം, അതിന് നമ്മൾ അർഹത നേടുകയാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ അധികം താമസിയാതെ ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കും. നമുക്കറിയാം, ആഗമനകാലം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശുദ്ധീകരിച്ച് ക്രിസ്മസ് ആഘോഷത്തിന് നമ്മൾ ഒരുങ്ങണം. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മിൽ നിന്ന് പാപം ഒഴിവാക്കി ജീവിക്കുക, പാപം പിഴുതറിയുക, പുണ്യങ്ങൾ നട്ടു വളർത്തുക. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതമായിട്ട് മാറുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, സങ്കീർത്തനം 90
8-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ മുഖപ്രകാശത്തിലാണ് നമ്മുടെ പാപങ്ങൾ നാം തിരിച്ചറിയുന്നത്. ഇന്നും എനിക്കറിയാം, അപ്പോൾ എനിക്കെന്നാ പാപം, ഞാൻ എന്നെ അതിനും അങ്ങനെ വലിയ പാപമൊന്നും ചെയ്യാറില്ല എന്നും പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ കണ്ടെത്തിയെന്ന് വരും. ഇനി അവർക്ക് പാപമില്ലാഞ്ഞിട്ടല്ല, അവരുടെ പാപം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പാപം എന്ന് പറഞ്ഞാൽ കൊലപാതകം, വ്യഭിചാരം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണോ? ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടെത്തും. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും നമ്മിൽ നിന്ന് പാപങ്ങൾ പിഴുതെറിയുവാൻ നമുക്ക് സാധിക്കണം. അടിസ്ഥാന തിന്മകൾ, 7 അടിസ്ഥാന തിന്മകളെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സഭ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ വേരോടെ പിഴുതെറിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നാം സമർപ്പിക്കേണ്ട ഒരു സമയമായിട്ട് ആഗമനകാലം, നോമ്പുകാലം, അങ്ങനെയുള്ള കാര്യങ്ങളെ ഹോളി സീസൺസ് അതനുസരിച്ച് നമുക്കെടുത്ത് കൂടുതൽ പ്രാർത്ഥിക്കാനും പാപത്തെ പിഴുതെറിയാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആത്മീയ ഭോജ്യത്തിൽ നമുക്ക് ഡിസംബർ 1 മുതൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ പാപം എങ്ങനെ നമുക്ക് പിഴുതെറിയാൻ പറ്റും, എന്തൊക്കെയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പിടികൂടിയിരിക്കുന്ന പാപങ്ങൾ. അത് വചന വെളിച്ചത്തിൽ കണ്ടെത്താൻ സാധിച്ചാൽ അനുദപിച്ച് നല്ലൊരു കുമ്പസാരവും വിശുദ്ധീകരണവും പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആത്മീയ വളർച്ച നമുക്കുണ്ടാകും. ഇങ്ങനെയുള്ള കാലങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള ഒരു ഹോളി സീസണായിട്ട് നമ്മൾ എടുക്കണം. കൂടുതൽ പ്രാർത്ഥിച്ചും ബൈബിൾ വായിച്ചും അതുപോലെ തന്നെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമുക്ക് ആത്മീയ ഉയർച്ച പ്രാപിക്കാൻ പറ്റണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വേണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിയുള്ളവരായിട്ട് കാലത്തിൻ്റെ അടയാളങ്ങളൊക്കെ, മഴക്കാറ് കയറുമ്പോഴേ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, മരം തളിർക്കുമ്പോൾ എന്താണ് അതിൻ്റെ സൂചന, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ ബുദ്ധിയുടെ തലത്തിൽ ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടാകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ആത്മീയ ജ്ഞാനം. പ്രഭാഷകൻ 34 വായിച്ചാൽ 9-10 വചനങ്ങൾ, ഒരുപാട് വിദ്യാസമ്പന്നരാകാൻ നമുക്ക് പറ്റും, പക്ഷേ അനുഭവജ്ഞാനമില്ലാത്തവർക്ക് അറിവ് കുറയും. ആത്മീയ ജ്ഞാനമില്ലാത്തവർക്ക് അറിവ് കുറയും. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ആത്മീയ ജ്ഞാനമാണ്. ലോകത്തിൻ്റെ കാലത്തിൻ്റെ സകല അടയാളങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാലും സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ചിന്തയില്ലെങ്കിലോ, അവിടെ ആരാണ് നമ്മളെ കൊണ്ട് എത്തിക്കുക, എങ്ങനെയാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്നാ ബുദ്ധി സാമർഥ്യം ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. വേൾഡ് ലെവലിൽ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തൊരു മകനെക്കുറിച്ച് ആ മകൻ്റെ അമ്മ പറഞ്ഞ, അവന് നല്ല ബുദ്ധിയും സാമർഥ്യമൊക്കെയാണ്, പക്ഷെ അച്ഛനറിയാവോ, അവനെങ്ങും എത്തിയിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ അവനെങ്ങും എത്തിയിട്ടില്ല. അവൻ്റെ കൂടെ പഠിച്ചവർക്ക് റാങ്കിങ് കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരൊക്കെ നല്ല വെൽ സെറ്റിൽഡാണ്, നല്ല രീതിയിൽ അവരിന്ന് ജീവിക്കുന്നു. ഞങ്ങളുടെ മകൻ എങ്ങും എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബുദ്ധി സാമർഥ്യത്തെക്കാൾ, നല്ല ജോലി സമ്പാദിക്കുന്നതിനേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളുണ്ട്. അപ്പോൾ തിരിച്ചറിഞ്ഞ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മരക്ഷ. ഇതിന് പ്രത്യാശയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. വിവേകപൂർവ്വം നമ്മൾ നല്ലത് തിരഞ്ഞെടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ കാതലായ സന്ദേശം. അത് വിസ്മരിച്ചല്ല ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ടത്. ലോകം നമുക്ക് ചുറ്റുപാടുള്ളവരൊക്കെ അതൊക്കെ മറന്ന് ലൗകികനായിട്ട് ചിന്തിച്ചേക്കാം, ജീവിച്ചേക്കാം. അവരെങ്ങനെ വേണേലും ജീവിക്കട്ടെ. നമ്മൾ ഏറ്റെടുക്കേണ്ട സ്റ്റാൻഡ് അതല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിച്ച് എന്ത് പറഞ്ഞാൽ, ആകാശവും ഭൂമിയും കടന്നു പോകും, സമസ്തവും നമ്മളെ കാണുന്നതെല്ലാം കടന്നു പോകും. കടന്നു പോകാത്ത ഒന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം, സ്വർഗം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസാനമില്ല. പറയുന്നുണ്ട്, അവിടെ എത്തി നിത്യമായിട്ട് വസിക്കേണ്ടവരാണ്. ആ ബോധ്യമില്ലാത്തവരുടെ ജീവിതം ഈ ഭൂമിയിൽ തന്നെ തീരുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു ഹ്രസ്വമായ കാഴ്ചപ്പാടിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. സ്വർഗത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം അനുഗ്രഹപ്രദമാകും.
സ്വർഗത്തിലെത്താനുള്ള യോഗ്യത അവിടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഈ നിലനിൽക്കുന്ന സമാധാനവും നിലനിൽക്കാത്ത സമാധാനമുണ്ട്, വേർതിരിച്ച് കാണാൻ പഠിക്കണം. നിലനിൽക്കുന്ന സന്തോഷവും നിലനിൽക്കാത്ത സന്തോഷവുമുണ്ട്, വേർതിരിച്ച് കാണാൻ നമ്മൾ പഠിക്കണം. അതിനുള്ള ദൈവിക ജ്ഞാനവും വിവേകവും ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇന്ന് നിലനിൽക്കുന്നത് വിട്ടിട്ട് നിലനിൽക്കാത്തതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളൊക്കെ കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരം. അത് നമുക്കറിയാം. നമ്മളാണേലും പല പാപസുഖത്തിലേക്കും പോയിട്ട് ഇത് കഴിഞ്ഞെന്നാ വിചാരിച്ചേ, ഒന്നും വേണ്ടായിരുന്നു. നിലനിൽക്കുന്നതാണ് അവിടെ കിട്ടിയെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരേണ്ട കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ഏതാനും പ്രാവശ്യങ്ങളെങ്കിലും മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് പഠിക്കേണ്ടത് പഠിക്കാൻ പറ്റണ്ടേ? ഒരമ്മച്ചി സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഞാൻ വിചാരിച്ചതാണ് ഇപ്പം മരിക്കാൻ പോവാന്ന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ മരിച്ചോ? ഇല്ല. അപ്പോൾ ആ വിചാരിച്ചതെല്ലാം കറക്റ്റായിരുന്നോ? അത്രയും അനുഭവം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലെങ്കിലും പഠിക്കേണ്ടത് പഠിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണ്ടേ? അതുകൊണ്ട് ദൈവിക ജ്ഞാനം, നന്മതിന്മ തിരിച്ചറിയാനുള്ള വിവേകം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ബുദ്ധി സാമർഥ്യത്തെക്കാളും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇക്കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുവാനും ആ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.